വിദേശത്തു നിന്നും 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ആവശ്യമെങ്കിൽ കൈമാറുമെന്ന് എറണാകുളം റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. പിടിയിലായ അബു താഹിറിനെ നിയന്ത്രിക്കുന്നവരിലേക്കും അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. കൊച്ചി കേന്ദ്രീകരിച്ച് ഈ മറ്റ് യുവാക്കളെ ഈ സംഘം ലഹരി കടത്തിന് അല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ബാങ്കോക്ക് എയർപോർട്ട് വഴി നെടുമ്പാശ്ശേരിയിൽ വന്നു അവിടെ നിന്നാണ് ഇത് കേരളത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബാങ്കോക്കിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്ന ആളുകളെ നമ്മൾ പ്രധാനപ്പെട്ട 3 പ്രതികളെ ഇതിനകം മനസ്സിലായിട്ടുണ്ട്. കൂടാതെ ഇനി ഈ മാഫിയ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നും അത് അവർ എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൊണ്ടുവന്ന കഞ്ചാവ് ഏത് വഴി ആര് വഴി വിറ്റഴിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അബു താഹിർ ഇത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. അബു താഹിറിൻ്റെ മുകളിൽ മറ്റു ചില ആളുകളും കൂടി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അബു താഹിറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതിൽ മലയാളികളായിട്ടുള്ള ഇനി ആളുകൾ ഇതിലുണ്ടെന്നുള്ളതാണ് സൂചന കിട്ടുന്നത്. അതിൽ പലരെയും അടുത്ത് തന്നെ പുതിയ അറസ്റ്റിലാകാനും ചാൻസ് ഉണ്ട്. സമീപകാലത്തിൻ്റെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണല്ലോ. ഇത് ഈ വിമാനത്താവളം വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം വിമാനത്താവളത്തിന് ലഭിച്ചിട്ടുണ്ടോ? ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഒരു കാലത്ത് സ്വർണ്ണക്കടത്തായിരുന്നു വിമാനത്താവളങ്ങൾ വഴി നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് മറ്റ് രാസലഹരികളൊക്കെയാണ് വിമാനത്താവളങ്ങളിൽ കടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കരിപ്പൂർ വിമാനത്താവളത്തിൽ കടത്തിക്കൊണ്ടുവന്ന സ്വർണം പോലീസ് വിമാനത്താവളത്തിന് പുറത്ത് പിടികൂടുന്നു. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അതിൽ പങ്കുണ്ട്, അവരുടെ അറിവോടുകൂടിയാണ് ഇത് കടത്തിക്കൊണ്ടുവന്നത്, അവരുടെ ഒത്താശയോടുകൂടിയാണ് കടത്തിക്കൊണ്ടുവന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഈ കൊച്ചിയിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിലും അങ്ങനെ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, അവർ ഒത്താശ ചെയ്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം, കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോമ, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിപുലമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആദ്യഘട്ടത്തിൽ 2 പേരെ ആയിരുന്നു ഇതിൽ അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ അവരുടെ എണ്ണം പിന്നീട് അറസ്റ്റ് ചെയ്യുന്നവരെ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നു. ഇതിൽ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. അതോടൊപ്പം തന്നെ ഉയരുന്ന വലിയ സംശയങ്ങളുമുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ടോം ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും കൂടിയ അളവിൽ ഈ കഞ്ചാവ് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക? അത് ഹൈബ്രിഡ് കഞ്ചാവ് ഇത്രയും വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ, പരിശോധന സംവിധാനങ്ങൾ എല്ലാം ഉള്ളിടത്ത് സാധാരണക്കാരന് ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്നെല്ലാം തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടെല്ലാം ശ്രമിക്കുമ്പോൾ കർശന പരിശോധനയിൽ ഇത് പിടിക്കപ്പെട്ടുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ പോലും പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ള വിമാനത്താവളങ്ങളിൽ ഇത്ര കൂടിയ അളവിൽ കഞ്ചാവ് കൊണ്ടുവന്നിട്ട് അത് അറിയുന്നില്ല, അത് പുറത്തെത്തുന്നു എന്നെല്ലാം പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് ഇതിൽ പരിചയങ്ങളില്ലാതെ അല്ലെങ്കിൽ സഹായങ്ങളില്ലാതെ ഇത് പുറത്തെത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതേപോലെ ഗോൾഡ് കടത്ത് കേസായാലും ഇത്തരം കേസുകളിലെല്ലാം തന്നെ പലപ്പോഴും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പ്രതിയാവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പരിശോധനകളും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ വെളിപ്പെടുത്തലുമായി വരുമ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നിർണായക വിവരങ്ങൾ ഇതിൽ യുവാക്കളെ വലിയ രീതിയിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് വരാനായിട്ട് അവർക്കൊരു സന്ദർശക വിസ എന്ന രീതിയിൽ നൽകുകയും ഒപ്പം 50,000 രൂപയും അവർക്ക് നൽകുന്നുണ്ട്. ഒരു കൺസൈൻമെൻറ്റ്, ഒരു കടത്ത ഇവിടേക്ക് എത്തിക്കുന്നതിനെല്ലാം വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നു പല തവണകളായിട്ട് ഇവിടേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ലഹരി വസ്തു ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് പരിശോധനയിൽപ്പെടാതെ ഇത്ര കൂടിയ അളവിൽ ഈ കഞ്ചാവും ഇതെല്ലാം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നതാണ് വലിയ ചോദ്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ പിടികൂടിയത്
18 കോടി രൂപയുടെ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടുക. കാരണം ഇതിൻ്റെ ഇത്രയും ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. അപ്പോൾ വലിയ ആക്ഷേപമായി ഉയരുന്നത് ഇത് സഹായങ്ങളില്ലാതെ, വിമാനത്താവളത്തിൽ ഇടനിലക്കാരില്ലാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എത്തുമോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതാണ് ഇന്ന് റൂറൽ എസ് പി സുദർശൻ്റെ വാക്കുകളിലുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും വേണ്ടിവരും. ഏതായാലും കേന്ദ്ര ഏജൻസികളടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഡാനി, ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി ലഹരി മാഫിയകളെ അടിച്ചമർത്താൻ പോലീസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിൽ വിമാനത്താവളങ്ങൾ വഴി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയുള്ള ലഹരിക്കടത്ത് നടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു രീതി ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ലഹരി കടത്താൻ വേണ്ടി ഏജന്റുമാരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും. അവർ തിരികെ വരുമ്പോൾ കോടികളുടെ ലഹരി എത്തിക്കുന്നു. പിന്നീട് ഇത് ചെറുകിട കച്ചവടക്കാർക്കായി ഇത് വീതിച്ചു നൽകുന്നു. അങ്ങനെ ലഹരി വസ്തുക്കൾ കേരളത്തിൻ്റെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് പോലും വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുന്നു. ഈ പിടിയിലായവർ ഏജന്റുമാരാണോ? ഈ അബു താഹിർ ഇതിലെ പ്രധാന ഇടനിലക്കാരനാണോ? ടോം, ഇതിൽ പിടിയിലായതിൽ ഏജന്റുമാരുണ്ട്, കൃത്യമായി ഇതിൽ വിതരണക്കാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായവർ എന്ന് പറയുന്നത് അവരെല്ലാം ഇതിൽ നേരിട്ട് ഈ ബാങ്കോക്കിലും തായ്ലൻഡിലും എല്ലാം പോയിട്ട് നേരിട്ട് ഇതിൻ്റെ ഒരു കഞ്ചാവിൻ്റെ ഗുണമേന്മയടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇവിടേക്ക് അയക്കുന്ന ആളുകളിലൊക്കെ സംഘങ്ങളിലൊക്കെ പെട്ടവരാണ്. അത്ര കണ്ട ഇവരെല്ലാം തന്നെ ഈ മേഖലയിൽ വളർന്നിരിക്കുന്നു എന്നതാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ശൃംഖല, ഒരു സംവിധാനം തന്നെ ഇവർ പടുത്തുയർത്തിയിരിക്കുന്നു. ആ രീതിയിലേക്ക് ഇവരെല്ലാം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം വിശദമായിട്ട് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കൂടിയ അളവിൽ എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് ഒരു പരിശോധനയുമില്ലാതെ പുറത്തേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവെല്ലാം തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുന്നു? അത് നമുക്കറിയാം, ഈ സ്വർണം കടത്തിൽ പലപ്പോഴും കൊണ്ടുവരുന്ന രീതികൾ അത് പലപ്പോഴും ഞെട്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനകത്ത് വെച്ച് കൊണ്ടുവരാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ സ്വർണം മാറ്റി ഉരുക്കി പണിത് അങ്ങനെയെല്ലാം കൊണ്ടുവരുന്ന രീതികളെല്ലാം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾക്ക് കസ്റ്റംസ് അവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ താരതമ്യേന വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് അവരയക്കുന്ന വാർത്താക്കുറിപ്പിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കടത്തിക്കൊണ്ടുവരുന്നു എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അതിൽ കൃത്യമായൊരു ഉത്തരം കേന്ദ്ര ഏജൻസികൾ തരേണ്ടതുണ്ട്. കാരണം ഇതൊരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരിക്ക് വലിയ ഒരു വിപത്തിലേക്ക് പോകുമ്പോൾ അതിന് കുടപിടിച്ചു കൊടുക്കുന്നവരാരായാലും അത് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തി പോകേണ്ടത് തന്നെയാണ്. അന്വേഷണം നടക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ മുഴുവൻ ഈ കസ്റ്റംസ് പരിശോധന സംവിധാനത്തെ കുറ്റപ്പെടുത്തി നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പഴുതുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെ കണ്ണുപോലും വെട്ടിച്ച് മറ്റേതെങ്കിലും രീതിയിൽ ഒരു ട്രാക്ക് ഇവർ ശരിയാക്കിയിട്ടുണ്ടോ പുറത്തെത്തിക്കാനുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്ന് തന്നെയാണ് SP സുദർശൻ്റെ വാക്കുകളിലുള്ളത്. ഈ യുവാക്കളെ അടക്കം കാരിയർമാരായിട്ട് വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ അടക്കം അവരുടെ വിശദാംശങ്ങളെടുത്ത് അവരെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്ത് ചെയ്യുന്നു ഡാനി, ഇതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തായാലും പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പങ്ക് നേരത്തെ പുറത്തു വന്നപ്പോൾ അന്ന് കർശനമായ ഇടപെടലും നടപടിയും ഉണ്ടായതാണ്. ഈ ലഹരിക്കടത്തിന് ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശന നടപടി വേണം, അവർക്കെതിരെ അന്വേഷണം വേണം. ഇത് കേരള പോലീസ്, അതായത് എറണാകുളം റൂറൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ടോ, അതോ കേന്ദ്ര ഏജൻസികൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിവ് നൽകുകയാണോ ചെയ്തിട്ടുള്ളത്? കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും ഇതിൻ്റെ റിപ്പോർട്ട് അടക്കം അത് കൈമാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ളൊരു കള്ളക്കടത്തും സ്വാഭാവികമായും പോലീസിൻ്റെ റിപ്പോർട്ടും വളരെ നിർണായകം തന്നെയാണ്. അത് മറ്റ് ഏജൻസികൾക്ക് നൽകുന്ന രീതിയുമുണ്ട്. അവരതിൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ അത് വിവരങ്ങൾ ആരായും അതവർക്ക് കൈമാറുകയും ചെയ്യും. പാരലലായിട്ടുള്ളൊരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. അതൊരു പ്രത്യേക ഉത്തരവിൻ്റെയോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ആണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
ഇതാ ഒരു ഇവിടെ നടക്കുന്ന പരിശോധന, തൂഫാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ അവിടെ ഈ ചില്ലറ കഞ്ചാവ് വിൽപ്പനക്കാരും വൻപരാഗ് കടക്കാരും മാത്രമല്ല ഇതിൽ ലക്ഷ്യമിടേണ്ടത്. ഇതുപോലുള്ള വൻകിട ഹൈബ്രിഡ് ഈ കടത്തുകാരുണ്ട്, അതിൽ ഒത്താശ പിടിക്കുന്നവരുണ്ട്. അവരെ കൂടി അതുകൂടി അടച്ചാൽ മാത്രമേ ഈ പരിശോധനകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമാകൂ. അല്ലായെങ്കിൽ അതൊരു പ്രഹസനമായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യും. ഇത്തരം പഴുതുകൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി അടയ്ക്കേണ്ടതുണ്ട്. വിമാനത്താവളങ്ങൾ ലഹരിയുടെ ഒരു ഇടനില കേന്ദ്രമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് കർശനമായ സസൂക്ഷ്മമായ പരിശോധനകളിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിനും കഴിയണം. ടോം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.